എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ രോഗിയാകുന്നതിൻ്റെ മെയിൻ കാരണം എന്താണെന്നറിയാമോ? ആവശ്യമില്ലാത്ത ടെൻഷൻ, ആവശ്യമില്ലാത്ത സ്ട്രെസ്സ്, ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? മനുഷ്യൻ ഇന്ന് ഏറ്റവും കൂടുതൽ രോഗികളായിട്ട് തീരുന്നത്. ഓർക്കുക, പല രോഗത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? ഈ ടെൻഷനാണ്, അല്ലെങ്കിൽ സ്ട്രെസ്സാണ്. പ്രത്യേകിച്ച് BP അല്ലേ, BP ഒക്കെ കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുന്നതിന് മെയിൻ കാരണം എന്താണ്? ഈ ടെൻഷനാണ്, ഈ സ്ട്രെസ്സ്. ഇതുകൊണ്ടാണ് നമ്മൾക്ക് പല അസുഖങ്ങളും വരുന്നത്. അപ്പോൾ ഈ ദൈവം നമ്മളോട് എപ്പോഴും എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ ദൈവം നമ്മളോട് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാനായിട്ട് പറയുവാനുള്ള കാരണം എന്താണ്? നമ്മൾ എപ്പോഴും നല്ല ആരോഗ്യവാന്മാരും ആരോഗ്യവതികളുമായിട്ട് ഇരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മളോട് സന്തോഷത്തോടെ ഇരിക്കുവാനായിട്ട് പറഞ്ഞത്. ഇനി ഓർക്കുക, ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു കീ ആയിട്ടുള്ള ഒരു കീ പോയിന്റ് എന്ന് ഞാനൊന്ന് പറഞ്ഞു തരുവാനായിട്ട് പോവുകയാണ്. ഒരു വചനം പറഞ്ഞാൽ മതി. നമ്മൾ ഏത് ടെൻഷൻസിൻ്റെ നടുവിലാണെങ്കിലും നമ്മൾക്ക് വിടുതൽ ലഭിക്കുന്ന ഒരു വചനം ഞാൻ നിങ്ങൾക്കിന്ന് ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ എല്ലാവരും വചനമൊക്കെ വായിച്ചുകയും എല്ലാ വചനങ്ങളും നമ്മൾക്കറിയാം. പക്ഷേ ആരെങ്കിലുമൊക്കെ പറയുമ്പോഴായിരിക്കും ചിലപ്പോൾ ചില വചനങ്ങൾ നമ്മളുടെ ഉള്ളിലോട്ടൊന്ന് കയറുന്നത്. അപ്പോൾ ഈ പറയാൻ പോകുന്ന വചനം നമ്മളുടെ ഉള്ളിലോട്ടൊന്ന് കയറണം. അപ്പോൾ ഓർക്കുക, നമ്മൾ വിദ്യാഭ്യാസം പഠിക്കുന്ന കുഞ്ഞുങ്ങളെ എടുത്ത് നോക്കിക്കും, അവർക്ക് ടെൻഷൻ അല്ലേ? ഇന്നത്തെ ഈ CBSE ICSE ഒക്കെ സിലബസ് പഠിക്കുന്ന കുട്ടികളുടെയൊക്കെ ബുക്കൊക്കെ നോക്കുമ്പോൾ നമുക്ക് തന്നെ തല കറങ്ങും. കാരണം എന്താണ്? അതുപോലെ അവർക്ക് ചെറിയ ക്ലാസ് തൊട്ട് എന്തോരമാണ് പഠിക്കാനുള്ളത് അല്ലേ? ഒരുപാട് പഠിക്കുവാനുണ്ട്. നമ്മുടെ സ്റ്റേറ്റ് സിലബസിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ CBSE ICSE ഒക്കെ ഒരുപാട് പഠിക്കുവാനുണ്ട്. പിന്നെ അവർക്ക് ഭയങ്കര സ്ട്രെസ്സായി പിള്ളേർക്ക്. കാരണം കോമ്പറ്റീഷൻ 100% ജയം, 100% ജയം എന്ന് പറഞ്ഞ് ഇവരെ ഇങ്ങനെ പ്രഷർ കയറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ കുഞ്ഞു വളർന്നു വരുന്ന കുഞ്ഞു തൊട്ട് എങ്ങോട്ടായി പോകുന്നത്? അതിനും എന്താണ്? ടെൻഷനാണല്ലേ? സ്കൂളിൽ ചെല്ലുമ്പോൾ ടീച്ചേഴ്സിൻ്റെ വക, വീട്ടിൽ വന്നു കഴിയുമ്പോൾ പേരൻസിൻ്റെ വക, പഠിക്കുക 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 പഠിക്കുക, ഇതല്ലാതെ മറ്റൊന്നും ഈ കുഞ്ഞുങ്ങൾക്ക് കേൾക്കാനില്ല അല്ലേ? ചെറുപ്പം തൊട്ടേ ഇതുങ്ങളെ എങ്ങോട്ട് വിട്ടേക്കുക? ട്യൂഷന് വിട്ടേക്കുക. കാരണം അല്ലാതെ പറ്റുന്നില്ല, അതുപോലെ പഠിക്കുവാനായിട്ട് കിടക്കുക. അപ്പോൾ സ്കൂൾ തലം തൊട്ടേ എന്ത് ചെയ്യുവാണ്? ഈ പിള്ളേർക്ക് ടെൻഷനാണ്. ഇനി സ്കൂൾ തലങ്ങളിലോട്ടൊന്നും പോകണ്ട. വീട്ടിലാണെങ്കിലും ഒരു ചെറിയ കുട്ടികളാണെങ്കിലും വീട്ടിൽ സമാധാനമില്ലാത്ത അന്തരീക്ഷമാണെങ്കിൽ എന്താണ്? അവരും ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു സമാധാനമില്ലായ്മയിൽ വളർന്നു വരുമ്പോൾ അവർക്കും എന്താണ്? ടെൻഷനാണ് അല്ലേ? അവരുടെ ഉള്ളിൽ അറിയാതെ തന്നെ ടെൻഷൻ രൂപപ്പെടുമെന്നുള്ളതാണ് ഒരു വാസ്തവമായ കാര്യം. ഓക്കെ, ഇനി കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥ. ഇനി എന്താണ് അടുത്തത്? സ്കൂളുകളിൽ അവർക്ക് ഒരു സമാധാനമില്ലാത്ത അവസ്ഥ. വീട്ടിൽ വന്നു കഴിയുമ്പോൾ സമാധാനമില്ല. ഇനി അടുത്തത് എന്താണ്? ഹയർ സ്റ്റഡീസിന് ചെന്ന് കഴിയുമ്പോൾ അതിനകത്തും അവർക്ക് ടെൻഷൻസ് ആണ് അല്ലേ? വളർന്നു വരുമ്പോഴും അവർക്ക് ടെൻഷൻസ് ആണ്. 10th എക്സാം ഒക്കെ എഴുതുന്ന കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ അറിയാം, അവർ എന്താ പറയുക, ടെൻഷൻ അടിക്കുന്നത് പോലെ മറ്റാരും ടെൻഷൻ അടിക്കുന്നില്ല. പേരൻസിനും ടെൻഷനാണ്, പിള്ളേർക്കും ടെൻഷനാണ്. ഇനി അതിപ്പോൾ ബോർഡ് എക്സാം ആയിക്കഴിഞ്ഞാലോ, +1 +2 ഒക്കെ ആയിക്കഴിഞ്ഞാലോ അതിനെ കഴിഞ്ഞും ടെൻഷനാണ് അല്ലേ? ഇനി അടുത്തത് എന്താണ്? എൻജിനീയറിങ്ങിന് കിട്ടണം, എൻട്രൻസ് പാസ്സാകണം അല്ലേ? എൻജിനീയറിങ്ങിനോ MBBSനോ എന്തിനെങ്കിലും കിട്ടണം. അപ്പോൾ അത് അവിടെയും ടെൻഷനാണ്. ഈ ടെൻഷൻ ഒഴിഞ്ഞിട്ടുള്ളൊരു എന്താണ്? ഒരു ജീവിതമില്ല. ഇനി ഇതെല്ലാം പഠനമൊക്കെ കഴിഞ്ഞ് ജോലിയിലോട്ട് പ്രവേശിച്ച് കഴിയുമ്പോഴും അവിടെയും ടെൻഷനാണല്ലേ? ഒന്നെങ്കിൽ സഹപ്രവർത്തകരുടെ വക, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഹയർ ഓഫീസേഴ്സിൻ്റെ വകയൊക്കെ എന്താണ്? ടെൻഷനാണ്. ഏത് മേഖലകളിൽ എടുത്താലും ടെൻഷനാണ്. ഇനി അവിടെയൊക്കെ സ്മൂത്ത് ആണെങ്കിൽ എന്താണ്? നമ്മൾ താമസിക്കുന്ന ഇടത്ത് പ്രോബ്ലമായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുറേ ദിവസം എനിക്ക് ഒരു 2-3 പ്രാവശ്യം കൊണ്ടൊരു ആൻറ്റിയുടെ മെസ്സേജ് എനിക്ക് കാണുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തി പറയുന്നുണ്ട്, വിദേശത്താണ് മോൻ. അപ്പോൾ മോൻ്റെ റൂംമേറ്റ് എപ്പോഴും ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. റൂമിനകത്ത് താമസ സ്ഥലത്ത് എന്താണ്? ഒരു സമാധാനമില്ല, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എവിടെ നോക്കിയാലും ടെൻഷനാണ് അല്ലേ? ടെൻഷൻ വിട്ടിട്ട് ഒരു അവസ്ഥയില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ. ഇനി ബാക്കി എന്താണ്? എല്ലാം ഉണ്ടെങ്കിലും ഫ്യൂച്ചറിനെ കുറിച്ച് ടെൻഷനാണല്ലേ? ഫ്യൂച്ചറിനെ കുറിച്ച് ടെൻഷനാണ്. ഇനി ചിലർ വഴിയെ പോകുന്ന വയ്യാവേലി എല്ലാം എടുത്ത് തലേ വെക്കുമെന്ന് പറയുന്നത് പോലെ എന്താ പറയുക, സങ്കല്പ ചിന്തകൾ ഇട്ടിട്ട് ടെൻഷൻ അടിക്കും. എന്ന് വെച്ചാൽ എനിക്ക് രോഗം വരുമോ, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിന് നല്ലൊരു ജീവിതം ലഭിക്കുമോ എന്നൊക്കെ ഓർത്തുള്ള ടെൻഷൻ. എന്ന് വെച്ചാൽ ഇമാജിൻ ചെയ്തിട്ടുള്ള ടെൻഷൻ. എങ്ങനെ നോക്കിയാലും ടെൻഷനാണ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ. അതുകൊണ്ട് ഓർക്കുക, ഈ ടെൻഷൻ അടിച്ചതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഒന്നും നമ്മൾ നേടുവാനായിട്ട് പോകുന്നില്ല. നമ്മളുടെ സാഹചര്യങ്ങൾ മാറുവാനായിട്ട് പോകുന്നില്ല. പകരം നമ്മളുടെ ആരോഗ്യം ശോഷിക്കും, നമ്മളുടെ സമാധാനം ശോഷിക്കും. ഇത് രണ്ടുമാണ് ഇതിൻ്റെ മെയിൻ റിസൾട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് ഇതിനകത്ത്
ഇതിനകത്തു നിന്ന് പുറത്തു വരണം. ഇതിനകത്തു നിന്ന് പുറത്തു വന്നാൽ മാത്രമേ നമ്മളുടെ ആത്മീയ ജീവിതം, ഭൗതിക ജീവിതം എന്ന് വേണ്ട നമ്മളുടെ സമസ്ത മേഖലകളിൽ ഒന്ന് പുഷ്ടിപ്പെടത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഇനി ടെൻഷൻ ഇല്ലാത്തൊരു ജീവിതം എവിടെയാണ് നമ്മൾക്ക് ലഭിക്കുന്നത്? അത് നമ്മളുടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മാത്രമേ ലഭിക്കത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താണ്? 1 പത്രോസ് 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുകയാണ്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ചുമ്മാ നിങ്ങളുടെ ചിന്താകുലം അവൻ്റെ മേൽ ഇട്ടുകൊള്ളാനാണോ പറഞ്ഞത്? അല്ലല്ലല്ല. എന്താ പറഞ്ഞിരിക്കുന്നത്? അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ദൈവം ആരാ? നമ്മളുടെ ദൈവം നമ്മൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യത്തിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ സമയത്തെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുമെന്നുള്ളൊരു ഒരു സത്യം നമ്മൾ തിരിച്ചറിയുക. അത് നമ്മൾ വിശ്വസിക്കുക. നമ്മൾക്ക് നോക്കുമ്പോൾ, കണ്ണ് തുറന്ന് നോക്കുമ്പോൾ എല്ലാം പ്രതികൂലമായിരിക്കും. എന്നാൽ നമ്മളെ ദൈവത്തെ ആരാധിക്കാത്ത മറ്റു വ്യക്തികളെ നോക്കുമ്പോൾ എന്താണ്? അവരെല്ലാം സ്മൂത്തായിട്ട് നമ്മൾക്ക് തോന്നും. അല്ല, ആസാഫ് പറഞ്ഞതുപോലെ അല്ലേ, എന്താണ്? ദൈവം അവരെ വഴുവഴുപ്പിലാണ് നിർത്തിയിരിക്കുന്നത്. നമ്മളെ എവിടെയാണ് നിർത്തിയിരിക്കുന്നത്? ഉറപ്പുള്ള പാറമേലാണ് നിർത്തിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ എന്താണ്? കാറ്റടിക്കും, വെള്ളപ്പൊക്കം വരും, എന്ത് സംഭവങ്ങളും വരും. അപ്പോൾ എന്തൊക്കെ വന്നാലും നമ്മൾ എന്ത് ചെയ്യത്തില്ല, നമ്മൾ വീണു പോകത്തില്ല. കാരണം എന്താ? നമ്മൾ ഉറപ്പുള്ള പാറമേൽ, ക്രിസ്തുവാകുന്ന പാറമേലാണ് ദൈവം നമ്മളെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും അല്ല, എല്ലാവരും ടെൻഷനിലൂടെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ടെൻഷനിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരുവാനായിട്ട് നമ്മൾ ഈ വചനം എന്ന് പറഞ്ഞാൽ മതി. 1 പത്രോസ് 5:7 പറഞ്ഞുകൊണ്ടിരിക്കുക. അത് വിശ്വാസത്തോടെ പറയണം. അത് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ വചനത്തിൻ്റെ ശക്തി, വചനം ദൈവമാണല്ലേ, ആ വചനത്തിൻ്റെ ശക്തി നമ്മളിൽ ക്രിയ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളായിരിക്കുന്ന അന്തരീക്ഷത്തിൽ ആ വചനം ക്രിയ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ നാളെ എങ്ങനെ ജീവിക്കും എന്നുള്ളൊരു ടെൻഷനിലായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ടെൻഷനിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നെങ്കിൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമല്ല. ദൈവം നമ്മൾക്ക് വേണ്ടി കരുതും. അതങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. വചനം ചുമ്മാ പറയത്തില്ല. അവൻ നിങ്ങൾക്കായി കരുതുന്നതാക്കിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. അപ്പോൾ ഈ വചനം നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞ് ഈ ടെൻഷൻസിൽ നിന്ന് നമ്മളൊന്ന് മോചനം നേടുവാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഞാനും നിങ്ങളുമൊക്കെ കടന്നു പോകുന്നത് ടെൻഷൻ പിടിച്ച് ഈ ലോകത്തിൽ ടെൻഷനുള്ളൊരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നതല്ലേ. അപ്പോൾ ഈ വചനം പറഞ്ഞ് നമ്മൾക്കൊന്ന് ജയം ഏറ്റെടുക്കുവാനായിട്ട് തയ്യാറാകാം. നമ്മളെ വിടുവിക്കുവാൻ വേറെ ആരും വരത്തില്ല. വിടുവിക്കാൻ നമ്മളുടെ ദൈവമേ വരത്തുള്ളൂ. ദൈവത്തിൻ്റെ വചനമേ നമ്മൾക്ക് വിടുതൽ തരത്തുള്ളൂ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ നമ്മൾക്ക് വിടുതൽ തരത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ വചനം റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞു ആ വചനത്തിൻ്റെ ആ ഒരു വിടുതൽ നമ്മൾ ഏറ്റെടുക്കുവാനായിട്ട് തയ്യാറാകാം. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.